ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കോ X2 ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ള വളരെയധികം ബഗ്സുകൾ നടന്നിട്ടാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു മെയിൻ ബഗ്സ് സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ആൻഡ്രോയിഡ് 11 ഏതൊക്കെ അപ്ഡേഷൻസ് ഏതൊക്കെ മൊബൈലിൽ വരാൻ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ള എല്ലാവർക്കും ഈ പ്രശ്നം, ഇത് ബഗ് എന്ന് പറയാൻ പറ്റില്ല, അവർ സെക്യൂരിറ്റി പർപ്പസ് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയൽ മാനേജറിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് OBB ഫയൽസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. OBB ഫയൽസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ empty ഫയൽ എന്നാണ് കാണാൻ സാധിക്കുക. empty ഫോൾഡർ ആയിരിക്കും കാണാൻ സാധിക്കുക. അത് നമുക്ക് എവിടെ യൂസ് ആവാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പബ്ജിയുടെ ഫയലുകൾക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് OBB ഫയൽസ് സെൻഡ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ നമുക്ക് OBB ഫയൽസ് ആക്സസ് ചെയ്യാം എന്നാണ്. ഒരു ബൂട്ടോ അങ്ങനത്തെ ബൂട്ട് ലോഡറോ ഒന്നും ഇനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. അതിനായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ ഇനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇനി എങ്ങനെ നമുക്ക് OBB ഫയൽസ് ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളിപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ OBB ഫയൽസ് empty എന്നാണ് കാണാൻ സാധിക്കുക. ഞാനപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫയലുകൾ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെ വേറെ ഒരു ബൂട്ട് ലോഡറോ ഒന്നും ഇനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകേണ്ടതാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വലിയ ആപ്ലിക്കേഷൻ ഒന്നുമല്ല, 13 MB ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് സോളിഡ് എക്സ്പ്ലോറർ ഫയൽ മാനേജർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് പേര് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ കാണിച്ചു തരുന്നുണ്ട്. സോളിഡ് എക്സ്പ്ലോറർ ഫയൽ മാനേജർ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കും. പെർമിഷൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ മീഡിയ ഫയലും ഓഡിയോസൊക്കെ ആക്സസ് ചെയ്യാനുള്ളത് ജസ്റ്റ് പെർമിറ്റ് കൊടുക്കാം. പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഫയൽസ് നിങ്ങൾക്ക് ഏത് ഫയലൊക്കെയാണ് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫയലുകളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു OBB ഫയൽസ് എൻ്റെ ഇപ്പോൾ പബ്ജി ഇല്ലാത്തതുകൊണ്ടാണ് പബ്ജിയുടെ ഫയലൊന്നും കാണാത്തത്. നിങ്ങൾക്ക് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകൾ ഇൻസ്റ്റാൾഡ് ആണ് OBB ഫയൽസ് എല്ലാം നിങ്ങൾക്കിപ്പോൾ ഇനേബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേറെ എന്തെല്ലാം ഫയൽസുകളാണ് നേരെ നിങ്ങൾക്ക് 0 KB ആയിട്ട് കാണിച്ചിരുന്ന ആ ഫയൽസുകളിലൊക്കെ ഇപ്പോൾ ഹിഡൻ ആയിട്ടുള്ള എല്ലാ ഫയൽസുകളും ഷോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഇത് യൂസ് ചെയ്യണം, ഫയൽ മാനേജർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അങ്ങനെ നിങ്ങൾക്ക് അത്രത്തോളം പ്രശ്നം ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ഫയലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഫയൽ മാത്രം നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. എന്നാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സോളിഡ് എക്സ്പ്ലോറർ എന്നുള്ള ഫയൽ മാനേജർ ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആപ്ലിക്കേഷൻ ആണല്ലോ, നമ്മൾ വേറെ APK ഫയലൊന്നുമല്ല ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് ഇതിനെ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.